മുരളി ഗോപി എന്ന എഴുത്തുകാരന്റെ പേന എത്രത്തോളം ശക്തമായി സംസാരിക്കുമെന്ന് ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവും. അനന്തൻകാട് എന്നൊരു മൂവി പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. പക്ഷേ ഈ സിനിമ സംസാരിക്കുന്ന പൊളിറ്റിക്സ് ചിലർക്ക് കൊള്ളേണ്ടവർക്ക് കൊള്ളും, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും, ചിന്തിക്കേണ്ടവർ ചിന്തിക്കും. ഈ ഒരു മൂവി സംസാരിക്കുന്നത് ട്രിവാൻഡ്രത്ത് പലർക്കും അറിയാവുന്ന സ്ഥലമാണെങ്കിലും പലരും കേൾക്കാത്ത കുറെ കാര്യങ്ങളെ പറ്റിയാണ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മുരളി ഗോപിയുടെ എഴുത്ത്, അയാളുടെ ഡയലോഗ് എഴുത്തുണ്ടല്ലോ, എന്റെ പൊന്നി, അത് എത്രത്തോളം പവർഫുൾ ആണെന്ന് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വിജയരാഘവൻ, ഇന്ദ്രൻസ് എന്ന ക്യാരക്ടേഴ്സിന് അവരെ അഭിനയിച്ച് തഴമ്പിച്ച് കിടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂഹ് പറിക്കുന്ന ലാഘവേ ഉള്ളൂ. അവർ അഭിനയിക്കുന്നതാണെന്ന് തോന്നത്തില്ല, അത് ഓപ്പൺ ആಗಿ പറയാം. പക്ഷേ ആ ഒരു സ്ക്രീനിൽ കിട്ടുന്ന ഒരു പ്രസൻസ് ഉണ്ടല്ലോ, ഒരു ഔറ, ഒരു രക്ഷയില്ല. അവർ ആ ക്യാരക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവരുടെ വിരളുകൾ പോലും അഭിനയിക്കുകയാണ്. അതിന്റെ കൂടെ ഈ ഡയലോഗ്സ് കൂടെ കയറുമ്പോഴേ അവർ ലെജൻസ് ആണെന്ന് പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ അനന്തൻകാട് എന്നുള്ള പേരിന്റെ ഡെഫിനിഷൻ പോലും പറയുന്ന ഒരു കഥയുണ്ട്. അതൊക്കെ എഴുതി വെച്ചിരുന്ന രീതിയും അത് പറയുന്ന ഒരു ഡെലിവറി ഒന്നുമില്ല, പക്ക. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥകൾ കാണണമെന്ന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ ഇതിലെ പാട്ടൊക്കെ ഞാനും എൻ്റെ 4 ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് പോയത്. അവർക്ക് മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് പലർക്കും വന്നത്. എനിക്ക് പാട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, പലർക്കും എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ കൂട്ടുകാർക്ക് പോലും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവർ കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. കുറച്ച് കേട്ട് പഴകിയതല്ല, എന്നാൽ ചെറിയൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചെറിയ മാറ്റങ്ങളൊക്കെ പറ്റി. സോ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് കാരണം കുറച്ച് സീനുകളൊക്കെ ഷോക്കുമായിട്ട് തോന്നുന്നുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിൽ തന്നെ എനിക്ക് മനസ്സിലായി മിക്സഡ് റിവ്യൂ എന്തായാലും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയുക.